നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാം അതിൻ്റെ ഡേറ്റ് അടുത്തു വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന കോർപ്പറേഷൻ ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, ആ ഒരു മേഖലകളിലെ ആ ഒരു സബ്ജക്റ്റിലേക്ക് പ്രധാനപ്പെട്ട മൊഡ്യൂളുകളിലെ ചില ചോദ്യങ്ങൾ, ആ ഒരു ചോദ്യങ്ങളിലെ ഓരോ ടോപ്പിക്കും വിശദമായിട്ട് തന്നെ നമുക്കൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ ആണല്ലോ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് BSBDA, ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ്, എക്സിക്യൂട്ടർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ, RRB, ടൈപ്പ് ഓഫ് ATMs. ഈ പറയുന്ന 5 ടോപ്പിക്കുകളാണ്. നമുക്കറിയാം, ഈ പറയുന്ന 5 ടോപ്പിക്കുകളും ബാങ്കിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകളാണ്. അപ്പോൾ നോക്കാം, പ്രീവിയസ് ചോദ്യങ്ങളാണ് ഇതിൽ നമ്മൾ ചോദ്യമായിട്ട് ഇട്ടിരിക്കുന്നത്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സെലക്ട് എ റോങ് വൺ ഇൻ കണക്ഷൻ വിത്ത് BSBDA. താഴെ തന്നിരിക്കുന്നവയിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. നോക്കാം. നോ റിക്വയർമെന്റ് ഓഫ് മിനിമം ബാലൻസ്, നോ ATM കാർഡ് ഫെസിലിറ്റി, ഹോൾഡർ ഓഫ് BSBD ആർ നോട്ട് എലിജിബിൾ ഫോർ ഓപ്പണിംഗ് ഓഫ് എനി അതർ സേവിംഗ് ബാങ്ക് അക്കൗണ്ട്, അക്കൗണ്ട് ഹോൾഡർ ആർ പെർമിറ്റഡ് മാക്സിമം ഓഫ് 4 വിഡ്രോവൽ ഇൻ മന്ത്. ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റുകളിൽ റോങ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. എന്തുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളാണ്? ഈ പറയുന്ന BSBDA എന്ന് വെച്ചാൽ ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. വളരെ പ്രധാനപ്പെട്ട ബാങ്കിങ്ങിലെ ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് BSBDA എന്ന് പറഞ്ഞ് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് BSBDA എന്താണ്, അതിന്റെ ഒരു വിശദമായിട്ടുള്ള പഠനത്തിന് ശേഷം നമുക്ക് ഈ ആൻസറിലോട്ട് വരാം. നോക്കാം, എന്താണ് BSBDA? BSBDയുടെ പൂർണ്ണരൂപം, ഫുൾ ഫോം വളരെ പ്രധാനമായിട്ട് ഓർത്തു വെക്കുക. BSBDA എന്ന് വെച്ചാൽ ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. BSBDA എന്ന് വെച്ചാൽ എന്താണ്? ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്, ഈ പറയുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ BSBDA എന്ന് പറയുന്ന ഒരു ഡെപ്പോസിറ്റ് കൂടെ ഉണ്ട്, ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഇതൊരു സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് ആണ്. ഓക്കെ ആണല്ലോ? സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. നമുക്ക് നോക്കാം. ഇൻ 2005 ആസ് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ RBI ഇൻട്രൊഡ്യൂസ്ഡ് നോ ഫ്രിൽ അക്കൗണ്ട്. ഓർത്തു വെക്കുക, നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് RBI ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2005-ലാണ്. ഓർത്തു വെക്കണേ, 2005-ൽ RBI ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു അക്കൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് നോ ഫ്രിൽ അക്കൗണ്ട്. എന്തിന്റെ സാഹചര്യത്തിലാണ്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. എന്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ് അല്ലേ? എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്നൊരു സംവിധാനത്തിലൂടെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉറപ്പാക്കുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു നയത്തോട് അനുബന്ധിച്ച് BSBDA എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് 2005-ൽ നോ ഫ്രിൽ അക്കൗണ്ട് എന്ന പേരോട് കൂടിയാണ് നിലവിൽ വന്നത്. ഓർത്തു വെക്കുക, നോ ഫ്രിൽ അക്കൗണ്ട് എന്നാണ് അതിനെ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ BSBDA, ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടിന്റെ ആദ്യകാല പേര് അഥവാ നിലവിൽ വരുന്ന സമയത്ത് അതിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ നോ ഫ്രിൽസ് അക്കൗണ്ട് എന്നാണ്. RBI റീപ്ലേസ് നോ ഫ്രിൽസ് അക്കൗണ്ട് വിത്ത് ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഇൻ 2012. ഓർത്തു വെക്കുക, ഈ പറയുന്ന ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് അതിനെ റീനെയിം ചെയ്തത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2012-ലാണ്. അപ്പോൾ നോ ഫ്രിൽസ് അക്കൗണ്ട് RBI ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2005-ലാണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരു ഡെപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് നോ ഫ്രിൽസ് അക്കൗണ്ട്. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട്, എല്ലാവരും ഏത് പാവപ്പെട്ട ആൾക്കാർക്കും ബാങ്കിൽ പോയാൽ അക്കൗണ്ട് എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു അക്കൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് നോ ഫ്രിൽസ് അക്കൗണ്ട്. ദീസ് അക്കൗണ്ട്സ് ഹാവ് നോ മിനിമം ബാലൻസ് റിക്വയർമെന്റ്. നമുക്കറിയാം, ഈ പറയുന്ന സേവിംഗ് ബാങ്ക്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ് ഇതൊക്കെ ഒരു മിനിമം ബാലൻസിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്.
എന്നാൽ ഈ പറയുന്ന നോ ഫ്രിൽസ് അക്കൗണ്ടിന് മിനിമം ബാലൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്ന് വെച്ചാൽ സീറോ ബാലൻസിൽ പോലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ പറയുന്ന നോ ഫ്രിൽസ് അക്കൗണ്ടിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് RBI ഇൻട്രൊഡ്യൂസ് ചെയ്ത അക്കൗണ്ടാണ് 2005 കൊണ്ടുവന്ന അക്കൗണ്ടാണ് നോ ഫ്രിൽസ് അക്കൗണ്ട്. സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് നോ ഫ്രിൽസ് അക്കൗണ്ട്. അത് 2012 ആയപ്പോൾ ഇതിന്റെ പേര് എന്തായി? ഈ പറയുന്ന ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് ആയി. നോക്കാം, ഇതിന് മിനിമം ബാലൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ അക്കൗണ്ട് ഹോൾഡർ ഈസ് പ്രൊവൈഡഡ് വിത്ത് എ ഡെബിറ്റ് കാർഡ് ആൻഡ് ആക്സസ് ടു ATM സർവീസ്. ഈ പറയുന്ന മറ്റ് എല്ലാ തരത്തിലുള്ള ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റുകൾ ഉപയോഗിക്കുന്നവർക്കുള്ള എല്ലാ തരത്തിലുമുള്ള ഫെസിലിറ്റീസും എന്തിനുണ്ട്? ഈ പറയുന്ന ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകാർക്കും ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഡെബിറ്റ് കാർഡ് ഉണ്ട്, ഈ പറയുന്ന ATM ഫെസിലിറ്റീസ് എല്ലാം ആർക്കും ഉള്ളതാണ്? ഈ പറയുന്ന ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സിനും ഉള്ളതാണ്. നോക്കാം, ദ ബാലൻസ് ഇൻ ദ അക്കൗണ്ട് ഷുഡ് നോട്ട് എക്സീഡ് ₹15,000 അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ഒരു തവണ ഈ പറയുന്ന ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ കഴിയുന്ന തുകയുടെ ഒരു ലിമിറ്റ് അവിടെ പറയുന്നുണ്ട്, 50,000 രൂപ. ഓർത്തു വെക്കുക, പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. BSBDA അഥവാ നോ ഫ്രിൽസ് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ കഴിയുന്ന അറ്റ് പോയിന്റ് ഓഫ് ടൈം ഒരു തവണ ഒറ്റ തവണ നിക്ഷേപിക്കാൻ കഴിയുന്ന മാക്സിമം എമൗണ്ട് ഓഫ് റുപ്പീസ് എന്ന് പറയുന്നത് എത്രയാണ്? 50,000 രൂപയാണ്. 60,000 രൂപയും കൊണ്ട് ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ ചെന്നാൽ നടക്കില്ല. അവിടെ മിനിമം ബാലൻസ് എന്ന് പറയുന്ന ഈ പറയുന്ന ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 50,000 രൂപയാണ്. അറ്റ് എ ടൈം ഒരു തവണ 50,000 രൂപയിൽ കൂടുതൽ നിക്ഷേപിക്കാൻ കഴിയില്ല. നോക്കുക, ദ ടോട്ടൽ ക്രെഡിറ്റ് ഇൻ ദ അക്കൗണ്ട് ഷുഡ് നോട്ട് എക്സീഡ് ₹1 lakh ഇൻ എ ഇയർ. അതുപോലെ തന്നെ അതിനുള്ള മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്തെന്ന് പറയുന്നത്, ഒരു വർഷം മാക്സിമം ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് വരുന്ന തുക എന്ന് പറയുന്നത് മാക്സിമം 1 ലക്ഷം രൂപ വരെ ആകാവൂ. ഒരു തവണ നിക്ഷേപിക്കാൻ കഴിയുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 50,000 രൂപയും ഒരു വർഷം വരെ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് വരാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് റുപ്പീസ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ മാത്രമേ പറ്റുകയുള്ളൂ. ക്യാഷ് വിഡ്രോവൽ ആൻഡ് ട്രാൻസ്ഫർ വിൽ നോട്ട് എക്സീഡ് ₹10,000 ഇൻ മന്ത്. അതുപോലെ തന്നെ ഒരു മാസം ഈ പറയുന്ന BSBD അക്കൗണ്ടിൽ നിന്ന് വിഡ്രോവൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 10,000 രൂപ വരെയാണ്. മാക്സിമം ഒരു മാസം 10,000 രൂപയിൽ കൂടുതൽ ഈ പറയുന്ന BSBD അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ കഴിയില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു തവണ ഈ പറയുന്ന BSBD അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ കഴിയുന്ന തുക എന്ന് പറയുന്നത് മാക്സിമം 50,000 വരെയാണ്. 50,000-ൽ കൂടാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരു വർഷം ഈ പറയുന്ന BSBDയിലേക്ക് വരാൻ സാധ്യതയുള്ള മാക്സിമം എമൗണ്ട് ഓഫ് റുപ്പീസ് എന്ന് പറയുന്നത് 1 ലക്ഷമാണ്. അതിന്റെ വിഡ്രോവൽ ലിമിറ്റ് എത്രയാണ്? ഒരു മാസം 10,000 വരെയാണ്. 10,000-ൽ കൂടാൻ കഴിയില്ല. അക്കൗണ്ട് ഹോൾഡർ ആർ പെർമിറ്റഡ് മാക്സിമം ഓഫ് 4 വിഡ്രോവൽ ഇൻ എ മന്ത്. അതുപോലെ തന്നെ ഈ പറയുന്ന BSBD അക്കൗണ്ട് ഹോൾഡേഴ്സിന് ഒരു മാസം എത്ര തവണ വിഡ്രോ ചെയ്യാമെന്ന് ചോദിച്ചാൽ 4 തവണ മാത്രമേ വിഡ്രോവൽ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ BSBD അക്കൗണ്ടിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, അത് തുടക്കത്തിൽ അറിയപ്പെട്ട പേര് നോ ഫ്രിൽസ് അക്കൗണ്ട്. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2005-ലാണ് RBI ആണ് കൊണ്ടുവന്നത്. അത് 2012 ആയപ്പോൾ അതിന്റെ പേരൊന്ന് മാറി ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. നോക്കുക, നോ റിക്വയർമെന്റ് ഓഫ് മിനിമം ബാലൻസ്. അതിന് മിനിമം ബാലൻസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ മിനിമം ബാലൻസ് ഒന്നുമില്ല. സീറോ ബാലൻസിൽ പോലും ഈ പറയുന്ന BSBD അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. A person cannot hold a saving and a basic saving bank deposit account at the same time in a bank. ഒരു വ്യക്തിക്ക് ഒരു ബാങ്കിൽ ഒരു സേവിംഗ് അക്കൗണ്ടും ഒരു ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ടും ഒരുമിച്ച് ഓപ്പൺ ചെയ്യാനോ ഒരുമിച്ച് കൊണ്ടുപോകാനോ കഴിയില്ല. ഓക്കെ ആണല്ലോ. അപ്പം ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തിക്ക് ആ ബാങ്കിൽ ഒരു സേവിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല. അതുപോലെ തന്നെ ഒരു സേവിംഗ് അക്കൗണ്ട് ഉള്ള ഒരു ഹോൾഡർക്ക് അവിടെ ഒരു ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല. ഒരു തവണ ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട്, സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ്. നോക്കാം,
അപ്പോൾ ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇത്രയേ ഉള്ളൂ പോയിന്റ്സ് എന്ന് പറയുന്നത് ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സുകൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. ചോദ്യം എന്തുവായിരുന്നു? സെലക്ട് എ റോങ് വൺ ഇൻ കണക്ഷൻ വിത്ത് BSBDA. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. നോ റിക്വയർമെന്റ് ഓഫ് മിനിമം ബാലൻസ്. മിനിമം ബാലൻസ് ആവശ്യമില്ല. ഇത് BSBD അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ ഒരു പ്രസ്താവനയാണ്. നമ്മുടെ ആൻസർ ഏതാണ് വേണ്ടത്? റോങ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുക വേണ്ടത്. നോ ATM കാർഡ് ഫെസിലിറ്റി. BSBD അക്കൗണ്ട് ഹോൾഡേഴ്സിന് ATM ഫെസിലിറ്റി ഇല്ല. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? അല്ല. ഈ പറയുന്ന സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഹോൾഡറിനുള്ള എല്ലാ ഫെസിലിറ്റി, ഈ പറയുന്ന ഡെബിറ്റ് കാർഡ് ATM ഫെസിലിറ്റി എല്ലാം ആർക്കും ഉണ്ട്? ഈ പറയുന്ന ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സിന് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു റൗണ്ട് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിച്ചു. നോ ATM കാർഡ് ഫെസിലിറ്റി. ഈ പറയുന്ന ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സിന് ATM ഫെസിലിറ്റി ഉണ്ട്. Holders of BSBD are not eligible for opening any other saving bank account. നമ്മൾ പറഞ്ഞു ഒരു ബാങ്കിൽ സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഹോൾഡർ ഉള്ള ഒരാൾക്ക് BSBD അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. ഇവിടെ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എലിജിബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള അല്ലേ, കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അക്കൗണ്ട് ഹോൾഡേഴ്സ് ആർ പെർമിറ്റഡ് മാക്സിമം ഓഫ് 4 വിഡ്രോവൽ. BSBD അക്കൗണ്ട് ഹോൾഡേഴ്സിന് മാക്സിമം വിഡ്രോവൽ ഇൻ എ മന്ത്, ഒരു മാസം 4 വിഡ്രോവൽ വരെ സാധ്യമാവുകയുള്ളൂ. ഇതും ശരിയായ ഒരു പ്രസ്താവന തന്നെയാണ്. BSBDയുമായി ബന്ധപ്പെട്ട ഈ 3 പ്രസ്താവനകൾ, ഈ പറയുന്ന എയും സിയും ഡിയും ശരിയായതാണ്. നമ്മുടെ ആൻസർ വേണ്ടത് റോങ് വൺ ആണ്. ഇവിടെ ആൻസർ നോ ATM കാർഡ് ഫെസിലിറ്റി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ? നോക്കുക അടുത്ത ചോദ്യം. When a customer opens an account with a bank and if the account has a credit balance, then the banker customer relationship. വളരെ പ്രധാനപ്പെട്ട ബാങ്കിങ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഓക്കെ ആണല്ലോ? നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അത്, ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ്. ഈ ബാങ്കിലേക്ക് ഒരു കസ്റ്റമർ കടന്നു വരുമ്പോൾ ബാങ്കും കസ്റ്റമർ തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്താണ്, അവിടെ ബാങ്കർ ആരാണ്, കസ്റ്റമർ ആരാണ് എന്ന് എടുത്തെടുത്ത് ചോദിക്കാറുണ്ട്. നോക്കുക, ഇവിടെ ഏത് ട്രാൻസാക്ഷൻ നടക്കുമ്പോഴുള്ള റിലേഷൻഷിപ്പാണ് ചോദിച്ചിരിക്കുന്നത്? വെൻ എ കസ്റ്റമർ ഓപ്പൺസ് ആൻ അക്കൗണ്ട്. ഒരു ബാങ്കിലേക്ക് ഒരു കസ്റ്റമർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് വരുമ്പോൾ എ ബാങ്ക് ആൻഡ് ഇഫ് ദ അക്കൗണ്ട് ഹാസ് ക്രെഡിറ്റ് ബാലൻസ്. ഇത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. നമുക്കറിയാം, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഏത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഒരു അക്കൗണ്ട് ഹോൾഡർ ഒരു കസ്റ്റമർ ഒരു ബാങ്കിൽ വന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആ അക്കൗണ്ടിന്റെ ബാലൻസ് എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് തന്നെയാണ്. അത് നോക്കണ്ട. ഒരു കസ്റ്റമർ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കണേ, ഇവിടെ ബാങ്ക് ആണ് ആദ്യം, ബാങ്കർ ആണ്. ആരാണ് ആദ്യം? ബാങ്കർ. പിന്നീട് ആരാണ്? കസ്റ്റമർ. ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഡെപ്റ്റർ ക്രെഡിറ്റർ, ക്രെഡിറ്റർ ഡെപ്റ്റർ, പ്രിൻസിപ്പൽ ഏജന്റ്, പ്ലെഡ്ജർ പ്ലെഡ്ജി. ഇതൊക്കെ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സാഹചര്യത്തിൽ അക്കൗണ്ട് ഹോൾഡർ അഥവാ കസ്റ്റമർ എന്ന് പറയുന്ന ആള് ബാങ്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബാങ്കർ എന്ന് പറയുന്നത് ഡെപ്റ്ററും കസ്റ്റമർ എന്ന് പറയുന്നത് ക്രെഡിറ്ററുമാണ്. അപ്പോൾ അവിടെ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആണ്. ചിലപ്പോൾ നേരെ തിരിച്ചും ചോദിക്കാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സാഹചര്യത്തിൽ കസ്റ്റമറും ബാങ്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിച്ചാൽ നേരെ തിരിച്ചു പറയണം ക്രെഡിറ്ററും ഡെപ്റ്ററും. ഓക്കെ ആണല്ലോ? ഇവിടെ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സമയത്തുള്ളത്? ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സാഹചര്യത്തിൽ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ പറയേണ്ട ആൻസർ എന്ന് പറയുന്നത് ഡെപ്റ്ററും ക്രെഡിറ്ററുമാണ്.
കാരണം ഒരു ബാങ്കിൽ ചെന്ന് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഒരു പൈസ അതിൽ നിക്ഷേപിക്കുമ്പോൾ ആ ബാങ്ക് ബാധ്യസ്ഥനാണ്. ഏതെങ്കിലും അവസരം വരുമ്പോൾ, ഏതെങ്കിലും സാഹചര്യത്തിൽ കസ്റ്റമർ ഈ പറഞ്ഞ പൈസ ആവശ്യപ്പെട്ടാൽ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ആരെന്ന് പറയുന്നത്? ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ പൈസ കിട്ടേണ്ട ആള് കസ്റ്റമറും പൈസ കൊടുക്കേണ്ട ആള് ബാങ്കുമാണ്. അപ്പോൾ ബാങ്ക് ഡെപ്റ്ററും കസ്റ്റമർ എന്ന് പറയുന്ന ആള് ക്രെഡിറ്ററുമാണ്. ഓർത്തു വെക്കുക. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. ഓക്കെ ആണല്ലോ. അപ്പോൾ കസ്റ്റമർ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആണ്. നേരെ തിരിച്ച് കസ്റ്റമറും ബാങ്കറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ കസ്റ്റമർ ആരാണ്? കസ്റ്റമർ ക്രെഡിറ്ററും ബാങ്കർ എന്ന് പറയുന്നത് ഡെപ്റ്ററുമാണ്. അപ്പോൾ ക്രെഡിറ്റർ ഡെപ്റ്ററിന് ആൻസർ വരും. അത് ചോദ്യം നോക്കി ഉത്തരം എഴുതണം. നോക്കാം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ. നമുക്കറിയാം ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ്. ജനറൽ റിലേഷൻഷിപ്പും ഉണ്ട്, സ്പെഷ്യൽ റിലേഷൻഷിപ്പും ഉണ്ട്. ജനറൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബാങ്കിലേക്ക് ഈ പറയുന്ന കസ്റ്റമർ ചെന്ന് കയറുമ്പോൾ അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് ഒരാള് കസ്റ്റമർ ഒരാള് അവിടെ നടക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് പറയുന്നത് ജനറൽ റിലേഷൻഷിപ്പിലാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ റിലേഷൻഷിപ്പിൽ രണ്ടെണ്ണം ബാങ്കറിന്റെ റൈറ്റ്സും പറയുന്നുണ്ട്, ബാങ്കറിന്റെ ഒബ്ലിഗേഷൻസും പറയുന്നുണ്ട്. അത് ഏത് റിലേഷൻഷിപ്പ് ആണെന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ആണ്. നമ്മളിവിടെ ജനറൽ റിലേഷൻഷിപ്പ് പ്രധാനമായിട്ടും എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള കുറെ ട്രാൻസാക്ഷനും അവിടെ ബാങ്കർ ആരാണ് കസ്റ്റമർ ആരാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കുക, ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ അവിടെ ബാങ്കർ ആരാണ് കസ്റ്റമർ ആരാണ് നോക്കാം. ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ഡെപ്പോസിറ്റ് ബാങ്കിൽ ഇടുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ച ഒരു കാര്യമാണ്. ബാങ്കിലേക്ക് ഒരു കസ്റ്റമർ വന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്കർ ആരാണ് കസ്റ്റമർ ആരാണ് നമ്മൾ പഠിച്ചതാണ്. ബാങ്കർ എന്ന് പറയുന്ന ആള് ഡെപ്റ്ററും കസ്റ്റമർ എന്ന് പറയുന്ന ആള് ക്രെഡിറ്ററുമാണ്. ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്കർ ഡെപ്റ്ററും കസ്റ്റമർ ക്രെഡിറ്ററുമാണ്. ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ലോൺ കൊടുക്കുന്ന അവസരങ്ങളിൽ ഇപ്പോൾ കസ്റ്റമർ ഒരു ബാങ്കിലേക്ക് ലോണിന്റെ ആവശ്യത്തിനായിട്ട് ചെല്ലുമ്പോൾ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അത് നേരെ തിരിച്ച് ഡെപ്പോസിറ്റ് എന്താണോ നമ്മൾ പഠിച്ചത് അതിന്റെ നേരെ തിരിച്ചാണ് നമ്മൾ ഇവിടെ ലോണിന്റെ കേസിൽ പഠിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മൾ ബാങ്കിൽ ചെന്ന് ലോൺ എടുക്കുന്നു. ലോൺ എടുത്ത ആ ഒരു എമൗണ്ട് നമ്മൾ എന്നെങ്കിലും അല്ലെങ്കിൽ അതിന്റെ കാലാവധി കഴിയുമ്പോൾ ഈ പറയുന്ന ലോൺ എമൗണ്ട് ബാങ്കിലേക്ക് തിരിച്ചടക്കേണ്ടതാണ്. അപ്പോൾ കൊടുക്കേണ്ടയാള് കസ്റ്റമറും കിട്ടേണ്ടയാള് ബാങ്കറുമാണ്. അവിടെ റിലേഷൻഷിപ്പ് നേരെ തിരിയുന്നു. നോക്കുക, ലോൺ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അവിടെ ബാങ്കർ എന്ന് പറയുന്നയാള് ക്രെഡിറ്ററും കസ്റ്റമർ എന്ന് പറയുന്നയാള് ഡെപ്റ്ററുമാണ്. ഓർത്തു വെക്കുക. ഡെപ്പോസിറ്റ് ചെയ്യുന്ന അവസരങ്ങളിൽ ബാങ്കർ ഡെപ്റ്ററും കസ്റ്റമർ ക്രെഡിറ്ററുമാണ്. ലോൺ ചെയ്യുന്ന സമയത്ത് ബാങ്കർ ക്രെഡിറ്ററും കസ്റ്റമർ എന്ന് പറയുന്നയാള് ഡെപ്റ്ററുമാണ്. അടുത്ത ട്രാൻസാക്ഷൻ ആണ് എക്സിക്യൂഷൻ ഓഫ് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ. ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എക്സിക്യൂഷൻ ഓഫ് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ബാങ്ക് ചില പ്രവർത്തികൾ കസ്റ്റമറിന്റെ നിർദ്ദേശപ്രകാരം ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലോ. നമ്മളുടെ ഈ പറയുന്ന കസ്റ്റമറിന്റെ നിർദ്ദേശപ്രകാരം കസ്റ്റമർ പറയുന്നത് പോലെ തന്നെ ബാങ്ക് ചില പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. കസ്റ്റമറിന് വേണ്ടി ബാങ്ക് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ, ആ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ എന്തുദ്ദേശിക്കുന്നത്? എക്സിക്യൂഷൻ ഓഫ് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ. കസ്റ്റമർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ബാങ്ക് പ്രവർത്തിക്കുന്നു. അവിടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏജന്റും പ്രിൻസിപ്പാളുമാണ്. അപ്പോൾ ബാങ്കർ എന്ന് പറയുന്നയാള് ഏജന്റും കസ്റ്റമർ എന്ന് പറയുന്നയാള് പ്രിൻസിപ്പാളുമാണ്. എക്സിക്യൂഷൻ ഓഫ് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ട്രാൻസാക്ഷൻ സമയത്ത് ബാങ്കർ എന്ന് പറയുന്നയാൾ ഏജന്റും കസ്റ്റമർ എന്ന് പറയുന്നയാള് പ്രിൻസിപ്പാളുമാണ്. നോക്കാം. അടുത്തത് കളക്ഷൻ ഓഫ് ചെക്ക് ആൻഡ് ബിൽസ്. ചെക്കും ബില്ലും കളക്ഷന് വരുമ്പോൾ ബാങ്കർ ആരാണ് കസ്റ്റമർ ആരാണ്? ഓർത്തു വെക്കുക. ഇവിടെയും ഈ പറയുന്ന കസ്റ്റമറിന് വേണ്ടിയാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഏജന്റ് ബാങ്കറും കസ്റ്റമർ എന്ന് പറയുന്നയാള് പ്രിൻസിപ്പാളുമാണ്.
ഓക്കെ ആണല്ലോ. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്, ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. ആദ്യം ബാങ്കറിനാണ് പ്രാധാന്യം. ഇവിടെ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ടേബിൾ പ്രകാരം ലോൺ എടുക്കുന്ന സാഹചര്യത്തിൽ ബാങ്കർ എന്ന് പറയുന്ന ആൾ ക്രെഡിറ്ററും കസ്റ്റമർ എന്ന് പറയുന്ന ആൾ ഡെപ്റ്ററുമാണ്. എക്സിക്യൂഷൻ ഓഫ് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ, ആ സമയത്ത് ഈ പറയുന്ന ബാങ്കർ എന്ന് പറയുന്ന ആള് ഏജന്റും കസ്റ്റമർ എന്ന് പറയുന്ന ആള് പ്രിൻസിപ്പാളുമാണ്. കളക്ഷൻ ഓഫ് ചെക്കും ബില്ലും കളക്ഷൻ ചെയ്യുന്ന സമയത്ത് ബാങ്കർ എന്ന് പറയുന്നയാൾ ഏജന്റും കസ്റ്റമർ എന്ന് പറയുന്നയാൾ പ്രിൻസിപ്പാളുമാണ്. അടുത്തത് സേഫ് കസ്റ്റഡി ഓഫ് സെക്യൂരിറ്റി. സേഫ് കസ്റ്റഡി ഓഫ് സെക്യൂരിറ്റി അഥവാ ഡെപ്പോസിറ്റ്. സെക്യൂരിറ്റികൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു സേഫ് സെക്യൂരിറ്റിക്ക് വേണ്ടി, സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചില പർപ്പസ് ആവശ്യങ്ങൾക്കായിട്ടൊക്കെ ഈ പറയുന്ന ബാങ്ക് ലോക്കറുകൾ, ബാങ്കിലൊക്കെ നമ്മൾ ബാങ്കിനെ ഏൽപ്പിക്കാറുണ്ട്. ആ സാഹചര്യത്തിൽ സേഫ് കസ്റ്റഡി ഓഫ് സെക്യൂരിറ്റികൾ സേഫ് കസ്റ്റഡിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ബാങ്കിനെ വിശ്വസിച്ചാണ് നമ്മൾ അവിടെ കൊണ്ടുകൊടുക്കുന്നത്. ഒരിക്കലും ബാങ്കിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും നമ്മൾ കസ്റ്റമറിനെ ഏൽപ്പിക്കത്തില്ല. കസ്റ്റമേഴ്സ് ആണ് ബാങ്കിനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ബാങ്കർ എന്ന് പറയുന്ന ആള് ട്രസ്റ്റിയാണ്, ഒരു വിശ്വസ്തനായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ കസ്റ്റമർ എന്ന് പറയുന്ന ആൾ ആരാണ്? ബെനിഫിഷ്യറിയാണ്. ഓർത്തു വെക്കുക, സേഫ് കസ്റ്റഡി ഓഫ് സെക്യൂരിറ്റി എന്നാണ് അവിടെ ട്രാൻസാക്ഷനിൽ കൊടുക്കുന്നതെങ്കിൽ, ചോദ്യത്തിൽ വരുന്നതെങ്കിൽ ബാങ്കർ എന്ന് പറയുന്നയാൾ ട്രസ്റ്റിയും കസ്റ്റമർ എന്ന് പറയുന്നയാള് ബെനിഫിഷ്യറിയുമാണ്. അടുത്തത് സേഫ് കസ്റ്റഡി ഓഫ് ഗോൾഡ് ആൻഡ് വാല്യുബിൾ ഓഫ് ഗുഡ്സ്. ഗോൾഡിന്റെ കേസിൽ ഈ പറയുന്ന ഗോൾഡ് പണയത്തിനൊക്കെ വെക്കുന്ന ആ ഒരു സാഹചര്യങ്ങളിൽ ബാങ്കർ എന്ന് പറയുന്നയാള് ബെയിലിയാണ്. ബാങ്കർ എന്ന് പറയുന്നയാള് ബെയിലിയും കസ്റ്റമർ എന്ന് പറയുന്നയാള് ബെയിലറുമാണ്. ഓർത്തു വെക്കുക, സേഫ് കസ്റ്റഡി ഓഫ് ഗോൾഡ് ആൻഡ് വാല്യുബിൾ ഗുഡ്സ്. ഗോൾഡും വാല്യുബിൾ ആയിട്ടുള്ള ഗുഡ്സുകളും സേഫ് കസ്റ്റഡി ചെയ്യുന്ന അവസരങ്ങളിൽ ബാങ്കർ ബെയിലി, കസ്റ്റമർ എന്ന് പറയുന്നയാള് ബെയിലറുമാണ്. സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ഫെസിലിറ്റി. ലോക്കർ ഫെസിലിറ്റിക്കായിട്ട് ഈ പറയുന്ന ബാങ്കിലേക്ക് ചെല്ലുമ്പോൾ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചോദിക്കുന്നതെങ്കിൽ ലെസർ ആൻഡ് ലെസി. ഓർത്തു വെക്കുക, ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ലോക്കർ ഫെസിലിറ്റി, അവിടെ ഒരു വാക്കുണ്ട് എല്, ലോക്കർ ഫെസിലിറ്റി എന്നാണ് ചോദ്യത്തിലെങ്കിൽ അവിടെ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതാണ്, ലെസർ ആൻഡ് ലെസി. ബാങ്കർ എന്ന് പറയുന്നയാള് ലെസറും കസ്റ്റമർ എന്ന് പറയുന്നയാള് ലെസിയുമാണ്. അടുത്തത് മേക്കിംഗ് ഡെപ്പോസിറ്റ് ഫോർ സ്പെഷ്യൽ പർപ്പസ്. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസ് പറഞ്ഞ് എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ ഒരു സേഫ് കസ്റ്റഡിക്ക് വേണ്ടി ബാങ്കിനെ ഏൽപ്പിക്കുമ്പോൾ ബാങ്കിനെ വിശ്വസിച്ചാണ് നമ്മൾ ആ പറയുന്ന ബാങ്കിലേക്ക് ആ വസ്തു കൊണ്ട് വെക്കുന്നത്. അപ്പോൾ ബാങ്കർ എന്ന് പറയുന്നയാള് ട്രസ്റ്റിയും കസ്റ്റമർ എന്ന് പറയുന്നയാള് ബെനിഫിഷ്യറിയുമാണ്. അതുപോലെ തന്നെ ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പാർട്ടി ടു അനദർ പാർട്ടി ഹെൽഡ് അറ്റ് ട്രസ്റ്റി ഫോർ സ്പെസിഫിക് പർപ്പസ്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസ് പറഞ്ഞ് നമ്മൾ ആ ഒരു വസ്തു, വാല്യുബിൾ ആയിട്ട് ഒരു വസ്തു അവിടെ സേഫ് കീപ്പിങ്ങിന് വെക്കുകയാണെങ്കിൽ അത് ഏത് തരം റിലേഷൻഷിപ്പ് ആണെന്ന് ചോദിച്ചാൽ ബെയിലർ റിലേഷൻഷിപ്പാണ്. ഓർത്തു വെക്കുക, ഇവിടെ ബാങ്കർ ആരൊക്കെയാണ്, കസ്റ്റമർ ആരൊക്കെയാണെന്ന് നല്ല രീതിയിൽ തന്നെ നോക്കുക. ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഡെപ്റ്റർ ക്രെഡിറ്റർ, ലോൺസ് എടുക്കുന്ന സമയത്ത് ക്രെഡിറ്റർ ഡെപ്റ്റർ, ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അടുത്തത് പ്ലെഡ്ജിന്റെ കേസിൽ പണയത്തിന്റെ സാഹചര്യത്തിൽ ബാങ്കർ എന്ന് പറയുന്നയാള് പ്ലെഡ്ജിയും കസ്റ്റമർ എന്ന് പറയുന്നയാള് പ്ലെഡ്ജറുമാണ്. ഇത് ബാങ്കർ, ഇത് കസ്റ്റമർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ബാങ്കർ എന്ന് പറയുന്നയാള് പ്ലെഡ്ജിയും കസ്റ്റമർ എന്ന് പറയുന്നയാള് പ്ലെഡ്ജറുമാണ്. അടുത്തത് ഹൈപ്പോത്തിക്കേഷൻ സമയത്ത് ബാങ്കറിന്റെ റിലേഷൻഷിപ്പാണ് ഹൈപ്പോത്തിക്കേറ്റി, കസ്റ്റമറിന്റെ റിലേഷൻഷിപ്പാണ് ഹൈപ്പോത്തിക്കേറ്റർ. ഇതൊക്കെ മോഡ്സ് ഓഫ് ഗ്യാരണ്ടി അതിനകത്ത് നമ്മൾ പഠിക്കുന്നതാണ്. മോർട്ട്ഗേജിന്റെ കാര്യത്തിൽ, മോർട്ട്ഗേജ് എന്ന് വെച്ചാൽ ഇമ്മൂവബിൾ ആയിട്ടുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടി നമ്മൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന സമയങ്ങളിൽ ബാങ്കർ മോർട്ട്ഗേജി ആയിട്ടും കസ്റ്റമർ മോർട്ട്ഗേജർ ആയിട്ടുമാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ബെയിലറിന്റെ കേസിൽ എന്തുവാണ് ബെയിൽമെന്റ്? ബാങ്കർ ബെയിലിയും കസ്റ്റമർ ബെയിലറുമാണ്. ഇഷ്യൂ ഓഫ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന അവസരങ്ങളിൽ ബാങ്കർ ഡെപ്റ്ററും കസ്റ്റമർ ക്രെഡിറ്ററുമാണ്. ഇതൊക്കെ എക്സാമിന് ചോദിച്ചതാണ്. പേ ഓഫ് ഡ്രാഫ്റ്റ് പേ ചെയ്യുന്ന സമയങ്ങളിൽ ട്രസ്റ്റി ബാങ്കറും ബെനിഫിഷ്യറി കസ്റ്റമറുമാണ്. ഓക്കെ ആണല്ലോ. അവിടെ ഒരു വിശ്വസ്തയോടുകൂടിയാണ് നമ്മൾ ബാങ്കിനെ ഏൽപ്പിക്കുന്നത്. പേ ഓഫ് ഡ്രാഫ്റ്റ്.
സെയിൽസ് ആൻഡ് പർച്ചേസ് ഓഫ് സെക്യൂരിറ്റി ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ. സെയിൽസ് ആൻഡ് പർച്ചേസ് ഓഫ് സെക്യൂരിറ്റി ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ. കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം, കസ്റ്റമറിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഈ പറയുന്ന സെയിൽസോ പർച്ചേസ്, സെക്യൂരിറ്റികൾ പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ ബാങ്കർ ഏജന്റ് ആയിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. കസ്റ്റമർ അപ്പോൾ പ്രിൻസിപ്പാൾ ആണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഗുഡ്സ് ലെഫ്റ്റ് ബൈ മിസ്റ്റേക്ക് ബൈ കസ്റ്റമർ. ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ ഏതെങ്കിലും കസ്റ്റമറിന് ഏതെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള വസ്തു ബാങ്കിൽ വെച്ച് മറക്കുന്ന സാഹചര്യം വരുമ്പോൾ ബാങ്ക് അത് എടുത്ത് വെച്ച് സൂക്ഷിച്ചു വെക്കുന്നു. അതൊരു സൂക്ഷിപ്പുകാരനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ബാങ്കർ എന്ന് പറയുന്നയാള് ട്രസ്റ്റിയും കസ്റ്റമർ എന്ന് പറയുന്നയാള് ബെനിഫിഷ്യറിയുമാണ്. അടുത്തത് ഇൻഡെംനിറ്റിയുടെ കേസിൽ ബാങ്കർ എന്ന് പറയുന്നയാൾ ഇൻഡെംനിഫൈഡും കസ്റ്റമർ എന്ന് പറയുന്നയാൾ ഇൻഡെംനിഫയറുമാണ്. ഓർത്തു വെക്കുക, ഇൻഡെംനിഫൈഡും ഇൻഡെംനിഫയറും. ഇൻഡെംനിറ്റി അതെന്താണെന്ന് നമുക്കറിയില്ല. ഏതെങ്കിലും തരത്തിലുള്ള ലോസ് സംഭവിക്കാതിരിക്കാൻ ഈ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് എഴുതി വെക്കുന്ന ഒരു ബോണ്ടാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡെംനിറ്റി ബോണ്ട് എന്ന് പറയുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ നഷ്ടം സംഭവിച്ചാൽ അത് ആ ഒരു റിസ്ക് പരിഹരിക്കാൻ വേണ്ടി എഴുതി വെക്കുന്നതാണ് ഈ പറയുന്ന ഇൻഡെംനിറ്റി ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡെംനിറ്റിയുടെ കേസിൽ ബാങ്കർ ഇൻഡെംനിഫൈഡും കസ്റ്റമർ എന്ന് പറയുന്നയാൾ ഇൻഡെംനിഫയറുമാണ്. അപ്പോൾ ഇതെല്ലാം ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ എപ്പോഴും എക്സാമിന് മാറി മാറി ചോദിക്കുന്നതാണ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഡോക്യുമെന്റ് ഈസ് റിക്വയർഡ് ഫോർ ആൻ എക്സിക്യൂട്ടർ ടു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ദ ഡിസീസ്ഡ് എസ്റ്റേറ്റ്? എക്സിക്യൂട്ടറും അഡ്മിനിസ്ട്രേറ്ററും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് നമ്മുടെ മൊഡ്യൂളിനകത്ത്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്, ബാങ്കിന്റെ പ്രധാനപ്പെട്ട ചില സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്? അതിൽ വരുന്നതാണ് എക്സിക്യൂട്ടറും അഡ്മിനിസ്ട്രേറ്ററും. ഓക്കെ ആണല്ലോ, എക്സിക്യൂട്ടറും അഡ്മിനിസ്ട്രേറ്ററും. നോക്കാം ആരാണ് എക്സിക്യൂട്ടർ, ആരാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചോദ്യത്തിലേക്ക് പോകാം. നോക്കാം, എക്സിക്യൂട്ടർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ ആണ്, എക്സിക്യൂട്ടറും അഡ്മിനിസ്ട്രേറ്ററും. നോക്കാം, both are person appointed to settle the account of a person after his death. ഏതെങ്കിലും ഒരു വ്യക്തി, ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തി മരണപ്പെടുന്ന സാഹചര്യത്തിൽ ആ മരണപ്പെട്ട ആളുടെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെടുന്ന വ്യക്തിയാണ് എന്നു പറയുന്നത് ഈ പറയുന്ന എക്സിക്യൂട്ടറും അഡ്മിനിസ്ട്രേറ്ററും. ഈ പറയുന്ന അക്കൗണ്ടിലെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനായിട്ട് ആ പറഞ്ഞ കസ്റ്റമറിന്റെ നിർദ്ദേശപ്രകാരം ഈ പറയുന്ന അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെടുന്ന വ്യക്തികളാണ് ഏതൊക്കെ? എക്സിക്യൂട്ടറും അഡ്മിനിസ്ട്രേറ്ററും. നോക്കാം, എക്സിക്യൂട്ടർ ഈസ് അപ്പോയിന്റഡ് ബൈ എ പേഴ്സൺ ഹിംസെൽഫ് ബിഫോർ ഹിസ് ഡെത്ത്. ഓക്കെ ആണല്ലോ, ഈ പറയുന്ന വ്യക്തി മരണപ്പെടുന്നതിന് മുമ്പ് ആ പറയുന്ന കസ്റ്റമർ തന്നെ സ്വന്തമായിട്ട് ഒരു വ്യക്തിയെ ഏർപ്പാടാക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരാണ് എക്സിക്യൂട്ടർ. അപ്പോൾ ആരാണ് എക്സിക്യൂട്ടർ, ആരാണ് അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഒരു കസ്റ്റമർ മരണപ്പെടുമ്പോൾ, ഒരു ബാങ്കിന്റെ കസ്റ്റമർ മരണപ്പെടുമ്പോൾ ആ മരണപ്പെട്ട കസ്റ്റമറിന്റെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ, അഥവാ ആ പറഞ്ഞ കസ്റ്റമറിന്റെ നിർദ്ദേശപ്രകാരം ആ പറയുന്ന അക്കൗണ്ടുകൾ കാര്യങ്ങളും ഒക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെടുന്ന വ്യക്തികളെ വിളിക്കുന്ന പേരാണ് എക്സിക്യൂട്ടറും അഡ്മിനിസ്ട്രേറ്ററും. രണ്ടുപേരുടെയും ഡ്യൂട്ടി ഒന്ന് തന്നെയാണ്. എന്നാൽ എക്സിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കസ്റ്റമർ തന്നെയാണ്. കസ്റ്റമർ സ്വന്തമായിട്ട് അയാൾ മരിക്കുന്നതിന് മുമ്പേ അഥവാ മരിക്കുന്ന സാഹചര്യം വരുമ്പോൾ എൻ്റെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഇന്ന വ്യക്തിയാണ് എന്ന് മുൻകൂറായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ കസ്റ്റമർ സ്വയം ഫിക്സ് ചെയ്യുന്ന ആ ഒരു വ്യക്തിയെ പറയുന്ന പേരാണ് എക്സിക്യൂട്ടർ എന്ന് പറയുന്നത്. അടുത്തത്, ദ പേഴ്സൺ അപ്പോയിന്റ് എക്സിക്യൂട്ടർ ഈസ് കാൾഡ് ടെസ്റ്റേറ്റർ. ഇത്തരത്തിൽ ഒരു എക്സിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യുന്നത് കസ്റ്റമർ ആണ്. ആ കസ്റ്റമറിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റേറ്റർ. പുറത്തു വെക്കുക, എക്സിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണോ ആ വ്യക്തിയെ പറയുന്ന പേരാണ് ടെസ്റ്റേറ്റർ. ഒഫീഷ്യൽ കൺഫർമേഷൻ ഓഫ് ദ വിൽ ഇൻ കേസ് ഓഫ് എക്സിക്യൂട്ടേഴ്സ്, ലെറ്റർ ഓഫ് പ്രൊബേറ്റ്. ഇത്തരത്തിൽ ഈ കസ്റ്റമറിന്റെ എക്സിക്യൂട്ടർ ആണ് ആ ഒരു വ്യക്തി എന്ന് തെളിയിക്കുന്ന
ഔദ്യോഗിക രേഖയാണ് എന്തെന്ന് പറയുന്നത് ലെറ്റർ ഓഫ് പ്രൊബേറ്റ്. ഓർത്തു വെക്കുക, ഈ ലെറ്റർ ഓഫ് പ്രൊബേറ്റ് ആണ് ആര് വാല്യൂ ചെയ്യുന്നത്? ബാങ്ക് വാല്യൂ ചെയ്യുന്നത്. ബാങ്കിലേക്ക് ചെന്നിട്ട് ഞാൻ ഇന്ന അക്കൗണ്ട് ഹോൾഡറിന്റെ എക്സിക്യൂട്ടർ ആണെന്ന് വാക്കാൽ പറഞ്ഞാൽ ബാങ്ക് വിശ്വസിക്കില്ല. ബാങ്കിനെ രേഖപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ബാങ്കിനെ ഏൽപ്പിക്കേണ്ട ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ് ഏതെന്ന് പറയുന്നത് ലെറ്റർ ഓഫ് പ്രൊബേറ്റ് എന്ന് പറയുന്നത്. ഈ ലെറ്റർ ഓഫ് പ്രൊബേറ്റ് വാല്യൂ ചെയ്തതിനു ശേഷം അത് വിശ്വസനീയമാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന അക്കൗണ്ട് ഹോൾഡറിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എക്സിക്യൂട്ടറെ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഒഫീഷ്യൽ കൺഫർമേഷൻ ആണ് ഓഫ് ദ വിൽ ഇൻ കേസ് ഓഫ് എക്സിക്യൂട്ടർ. എക്സിക്യൂട്ടറിന്റെ കേസിൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ആയിട്ട് പറയുന്നത് ലെറ്റർ ഓഫ് പ്രൊബേറ്റ് ആണ്. എക്സിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യുന്ന കസ്റ്റമറിനെ പറയുന്ന പേര് ടെസ്റ്റേറ്റർ എന്നാണ്. The administrator is appointed by court where the person not appointed as executor in his will or executor refuses to act. ഈ പറയുന്ന കസ്റ്റമർ മരണപ്പെട്ടു. കസ്റ്റമർ വേറൊരു എക്സിക്യൂട്ടറെ ഏൽപ്പിച്ചിട്ടില്ല. ഒരു വ്യക്തിയെ ഈ പറയുന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനോ ഓപ്പറേറ്റ് ചെയ്യാനൊന്നും ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യം വരുമ്പോൾ കോടതി ഇടപെട്ട് ഒരു വ്യക്തിയെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ പറയുന്ന പേരാണ് അഡ്മിനിസ്ട്രേറ്റർ. ഓർത്തു വെക്കുക, ഈ പറയുന്ന അക്കൗണ്ട് ഹോൾഡറിന്റെ അക്കൗണ്ടിലുള്ള എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഈ പറയുന്ന അക്കൗണ്ട് ഹോൾഡർ പറയുന്ന പ്രകാരം ഓപ്പറേറ്റ് ചെയ്യാൻ മാത്രമേ എക്സിക്യൂട്ടറിനായാലും അഡ്മിനിസ്ട്രേറ്റർക്കാർക്കും അനുവാദമുള്ളൂ. അല്ലാതെ സ്വന്തമായിട്ട് അനുഭവിക്കാനുള്ള അവകാശം ഇല്ല. ദ അഡ്മിനിസ്ട്രേറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ കോർട്ട്. അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കോർട്ടാണ്. എക്സിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യുന്നത് കസ്റ്റമർ തന്നെയാണ്. മരണത്തിന് മുമ്പായിട്ട് മരിക്കുന്നതിന് മുന്നായിട്ട് ഒരു വ്യക്തിയെ പറയുന്നു അത് എൻ്റെ അക്കൗണ്ടിൽ എക്സിക്യൂട്ടറായിട്ട് പ്രവർത്തിക്കുമെന്ന് നേരത്തെ മുൻകൂട്ടി ഫിക്സ് ചെയ്യുന്ന വെക്കുന്നത് എക്സിക്യൂട്ടറും ആ ഏതെങ്കിലും സാഹചര്യത്തിൽ എക്സിക്യൂട്ടറെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാതെയാണ് ഈ പറയുന്ന കസ്റ്റമർ മരണപ്പെടുന്നതെങ്കിൽ ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനും സെറ്റിൽ ചെയ്യാനായിട്ട് കോടതി ഒരാളെ നിയോഗിക്കുകയാണെങ്കിൽ ആ വ്യക്തിയാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അല്ലാത്ത സാഹചര്യത്തിൽ എക്സിക്യൂട്ടർ റെഫ്യൂസസ് ടു ആക്ട്. നേരത്തെ ഒരു എക്സിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു എക്സിക്യൂട്ടർ ആവാൻ ആ ഒരു വ്യക്തി വിസമ്മതിക്കുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിലും കോടതിക്ക് അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. ഒഫീഷ്യൽ കൺഫർമേഷൻ ഓഫ് ദ വിൽ ഇൻ കേസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. നോക്കുക, ഈ പറയുന്ന കോടതി ഇടപെട്ട ഒരു വ്യക്തിയെ വെക്കുകയാണെങ്കിൽ പോലും അവിടെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കൊടുക്കണം. നേരത്തെ നമ്മൾ പഠിച്ച ലെറ്റർ ഓഫ് പ്രൊബേറ്റ് പോലെ ലെറ്റർ ഓഫ് പ്രൊബേറ്റ് ഒഫീഷ്യൽ കൺഫർമേഷൻ ഓഫ് എക്സിക്യൂട്ടർ ആണെങ്കിൽ ഇവിടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ കേസിൽ ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓർത്തു വെക്കുക, അപ്പോൾ എക്സിക്യൂട്ടർ ആണ് അഡ്മിനിസ്ട്രേറ്റർ ഏതാണ് എന്നൊക്കെ നമുക്ക് ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു ഐഡിയ വന്നു കാണും. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഡോക്യുമെന്റ് ഈസ് റിക്വയർഡ് ഫോർ ആൻ എക്സിക്യൂട്ടർ? എക്സിക്യൂട്ടറിന്റെ കേസിൽ ഏത് ഡോക്യുമെന്റ് ആണ് അവിടെ ഒഫീഷ്യൽ കൺഫർമേഷൻ ആയിട്ട് വരുന്നത് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണോ, പ്രൊബേറ്റ് ഓഫ് വിൽ ആണോ, എക്സിക്യൂട്ടർ സർട്ടിഫിക്കറ്റ് ആണോ, പവർ ഓഫ് അറ്റോർണി ആണോ? നമ്മൾ പഠിച്ചതാണ് പ്രൊബേറ്റ് ഓഫ് ദ വിൽ അഥവാ ലെറ്റർ ഓഫ് പ്രൊബേറ്റ്. അതാണ് ഇവിടെ ഒഫീഷ്യൽ കൺഫർമേഷൻ ആയിട്ട് വരുന്നത് എക്സിക്യൂട്ടറിന്റെ കേസിൽ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഷെയർ ഓഫ് സ്പോൺസർ ബാങ്ക് ഇൻ റീജിയണൽ റൂറൽ ബാങ്ക്? RRB റീജിയണൽ റൂറൽ ബാങ്ക് ഈ പറയുന്ന റൂറൽ ഏരിയയുടെ ഡെവലപ്മെന്റിനായിട്ട് അവിടെ സ്ഥാപിക്കപ്പെട്ട ഒരു ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത്. അവിടെ 3 ആൾക്കാരുടെ ഷെയർ ഉപയോഗിച്ചാണ് RRB പ്രവർത്തിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സ്പോൺസറിംഗ് ബാങ്കുകളുടെയും ഷെയറുകൾ കൂട്ടിച്ചേർത്താണ് RRB പ്രവർത്തിക്കുന്നത്. ഇവിടെ സ്പോൺസറിംഗ് ബാങ്കുകൾ RRBയിലേക്ക് എത്ര പെർസെന്റേജ് ആണ് കൊടുക്കുന്നത്, എത്ര പെർസെന്റേജ് ആണ് അവിടെ കൊടുക്കേണ്ടത് എന്നാണ് ചോദ്യം. 75, 25, 15, 35. നമുക്ക് വരാം. എന്താണ് RRB? റീജിയണൽ റൂറൽ ബാങ്ക്. ബാങ്കിങ്ങിലെ മൊഡ്യൂളിനകത്ത് വരുന്ന ഒരു ഭാഗമാണ് RRB എന്ന് പറയുന്നത്. നോക്കാം, 1975 നരസിംഹം കമ്മിറ്റി റെക്കമെൻഡഡ് RRB. 1975 നരസിംഹം കമ്മിറ്റിയാണ് റീജിയണൽ റൂറൽ ബാങ്ക് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഒരു റൂറൽ ഏരിയയിൽ അവിടുത്തെ ബാങ്കിങ് സെക്ടേഴ്സ് ഡെവലപ്മെന്റിനായിട്ടൊക്കെ തുടങ്ങിയ ഒരു ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക്. റീജിയണൽ റൂറൽ ബാങ്ക് റെക്കമെൻഡ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ നരസിംഹം കമ്മിറ്റിയാണ്. ഏത് വർഷം? 1975.
1975 ഒക്ടോബർ 2 RRB വന്നത്. അപ്പോൾ റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1975 ഒക്ടോബർ 2 എക്സാമിന് ഡേറ്റ് സഹിതം ചോദിച്ചതാണ്. 1975 ഒക്ടോബർ 2 റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി നരസിംഹൻ കമ്മിറ്റിയാണ്. RRB ആക്ട് എന്നാണെന്ന് ചോദിച്ചാൽ 1976 റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്നത് 1975 പക്ഷെ അതിന്റെ ആക്ട് നിലവിൽ വന്നത് അടുത്ത വർഷം 1976 ഫസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക് ആരാണെന്ന് ചോദിച്ചാൽ പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണ്. മൊറാദാബാദിലാണത്, ഉത്തർപ്രദേശിലാണ്. മൊറാദാബാദിലെ ഉത്തർപ്രദേശിലാണ് പ്രഥമ ഗ്രാമീൺ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. സ്പോൺസർ ചെയ്യുന്ന ഈ പറയുന്ന റീജിയണൽ റൂറൽ ബാങ്ക് പ്രഥമ ഗ്രാമീൺ ബാങ്ക് സ്പോൺസർ ചെയ്തത് ഏത് ബാങ്ക് ആണെന്ന് ചോദിച്ചാൽ സിൻഡിക്കേറ്റ് ബാങ്ക് ആണ്. ഓർത്തു വെക്കുക, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് സ്പോൺസറിംഗ് ബാങ്ക്. ഇവിടെ പ്രഥമ ഗ്രാമീൺ ബാങ്കിന് സ്പോൺസർഷിപ്പ് കൊടുത്ത ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ സിൻഡിക്കേറ്റ് ബാങ്ക് ആണ്. ഫാദർ ഓഫ് RRB ഇൻ ഇന്ത്യ, റീജിയണൽ റൂറൽ ബാങ്കിന്റെ, ഇന്ത്യയിലെ റീജിയണൽ റൂറൽ ബാങ്കിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നരസിംഹൻ കമ്മിറ്റി അല്ല. ഓർത്തു വെക്കുക, ഫാദർ ഓഫ് RRB ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ MS സ്വാമിനാഥനാണ്. തെറ്റിപ്പോവല്ലേ? RRBയുടെ പിതാവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മളെല്ലാവരും ഈ പറയുന്ന നരസിംഹൻ കമ്മിറ്റിയെ എഴുതി വെക്കും. ഈ പറയുന്ന റീജിയണൽ റൂറൽ ബാങ്കിന്റെ പിതാവ്, ഫാദർ എന്നറിയപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ MS സ്വാമിനാഥനെയാണ്. MS സ്വാമിനാഥനാണ് ഫാദർ ഓഫ് RRB എന്നറിയപ്പെടുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കാം. RRBയിലേക്ക് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നും സ്പോൺസറിംഗ് ബാങ്കിൽ നിന്ന് എത്ര ശതമാനമാണ് അവിടെ ക്യാപിറ്റൽ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് 50% ക്യാപിറ്റലാണ് വരുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് 15% ക്യാപിറ്റലാണ് വേണ്ടത്. സ്പോൺസറിംഗ് ബാങ്കിൽ നിന്ന് 35% വരെയാണ്. അപ്പോൾ ഈ 3 പേരുടെയും ക്യാപിറ്റൽ വെച്ചാണ് RRB പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് 50%, സ്റ്റേറ്റ് ഗവൺമെന്റ് 15%, സ്പോൺസറിംഗ് ബാങ്ക് 35%. നോക്കാം, നമ്മുടെ ഉത്തരത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ ഷെയർ ഓഫ് സ്പോൺസർഡ് ബാങ്ക് ഇൻ റീജിയണൽ റൂറൽ ബാങ്ക്? റീജിയണൽ റൂറൽ ബാങ്കിന്റെ ഷെയർ, റീജിയണൽ റൂറൽ ബാങ്കിന്റെ സ്പോൺസറിംഗ് ബാങ്കിന്റെ ഷെയർ എത്രയാണെന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചതാണ്. 50% ആയിരുന്നെങ്കിൽ അത് സെൻട്രൽ ഗവൺമെന്റ്, 15% ആയിരുന്നെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റ്, 35% ഏതെന്ന് പറയുന്നത് സ്പോൺസറിംഗ് ബാങ്കിന്റെ എന്ന് പറയുന്നത്. ഓക്കെ ആണ്. അടുത്തത് അവസാനത്തെ ചോദ്യം, നമ്മുടെ അടുത്ത ഒരു പാർട്ടാണ് ATM. ATMs are owned and operated by non-banking financial company. Non-banking financial കമ്പനികളുടെ ATMകൾ അറിയപ്പെടുന്ന പേരാണ് ചോദിച്ചേക്കുന്നത്. ടൈപ്പ് ഓഫ് ATMs നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ്. വൈറ്റ് ലേബൽ ATM, ഗ്രീൻ ലേബൽ ATM, യെല്ലോ ലേബൽ ATM, ഓറഞ്ച് ലേബൽ ATM. ഇതിലേതാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ ഓൺ ചെയ്യുന്ന ATM എന്താണെന്ന് ചോദ്യം. നോക്കാം, നമുക്ക് ടൈപ്പ് ഓഫ് ATMs, പ്രധാനപ്പെട്ട ടൈപ്സുകൾ മാത്രം ഒന്ന് ചർച്ച ചെയ്യാം. വേറെയുണ്ട്, ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഇപ്പൊ ഈ കളേഴ്സിന്റെ വെച്ച് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഒന്ന് പറയുവാണ്. വൈറ്റ് ലേബൽ ATM, they are not owned by the particular bank but by entities, non-banking entities with a minimum net worth of 100 crore. 100 കോടി വരെയുള്ള നെറ്റ്വർത്തുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ATMകളാണ് എന്തെന്ന് പറയുന്നത് വൈറ്റ് ലേബൽ ATM എന്ന് പറയുന്നത്. ഒരു ബാങ്കിന്റെ, ഒരു പർട്ടിക്കുലർ ബാങ്കിന്റെ ATM അല്ല അത്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, NBFCs, അവർ ഓൺ ചെയ്യുന്ന ATMകളാണ്. ഏതാണ്ട് 100 കോടി നെറ്റ്വർത്തുള്ള NBFCകൾക്ക് സ്വന്തമായിട്ട് ATM തുടങ്ങാം എന്ന് RBI ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ NBFCകൾക്ക് 100 കോടി നെറ്റ്വർത്തുള്ള NBFCകൾക്ക് ഓപ്പൺ ചെയ്യുന്ന ATMകളാണ് എന്തെന്ന് പറയുന്നത് വൈറ്റ് ലേബൽ ATM എന്ന് പറയുന്നത്. These ATM do not display any logos of any bank. ഈ പറയുന്ന വൈറ്റ് ലേബൽ ATM ഒരു തരത്തിലും ഒരു ബാങ്കിന്റെയും ലേബലുകൾ അവിടെ കാണിക്കില്ല. ഒരു ബാങ്കിന്റെ ലോഗോയുടെ ലേബലും ആ പറയുന്ന ATMൽ ഇല്ല. ഇൻ ജൂൺ 2013 ആദ്യമായിട്ട് വൈറ്റ് ലേബൽ ATM സ്റ്റാർട്ട് ചെയ്തത് 2013 ജൂണിലാണ്. ടാറ്റ കമ്പനിയാണ് അത് ലോഞ്ച് ചെയ്തത്. വൈറ്റ് ലേബൽ ATM, അവരുടെ ആ ബ്രാൻഡ് നെയിം എന്താണെന്ന് ചോദിച്ചാൽ
ഇൻഡി ക്യാഷ് എന്നായിരുന്നു. അപ്പോൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിൽ പെടുന്ന ഒരു ടാറ്റ എന്ന് പറയുന്ന കമ്പനിയാണ് ആദ്യമായിട്ട് വൈറ്റ് ലേബൽ ATM കൊണ്ടുവന്നത്. ആ ATMന്റെ ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഇൻഡി ക്യാഷ് എന്നായിരുന്നു. ഗ്രീൻ ലേബൽ ATM എന്തിന്റെയാണെന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചറൽ ട്രാൻസാക്ഷന് വേണ്ടിയുള്ള ATM ആണ്. വൈറ്റ് ലേബൽ ATM എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ ഓൺ ചെയ്യുന്ന ATM ആണ് വൈറ്റ് ലേബൽ ATM. ഗ്രീൻ ലേബൽ ATM എന്താണെന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചറൽ ട്രാൻസാക്ഷൻസ് നടത്തുന്ന ATMകളാണ് എന്തെന്ന് പറയുന്നത്, ഗ്രീൻ ലേബൽ ATM എന്ന് പറയുന്നത്. യെല്ലോ ലേബൽ ATM എന്താണെന്ന് ചോദിച്ചാൽ ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് നടത്തുന്ന ATM ആണ് യെല്ലോ ലേബൽ ATM. ഓറഞ്ച് ലേബൽ ATM എന്താണെന്ന് ചോദിച്ചാൽ ഷെയർ ട്രാൻസാക്ഷൻ. ഓറഞ്ച് ലേബൽ ATM എന്താണ്, ഷെയർ ട്രാൻസാക്ഷൻ നടത്തുന്ന ATMകളാണ്. പിങ്ക് ലേബൽ ATM എന്താണെന്ന് ചോദിച്ചാൽ ഫോർ വുമൺ ബാങ്കിങ്, അല്ലെ, സ്ത്രീകൾക്ക്, ടു ഹെൽപ്പ് ഫീമെയിൽ ഫോർ അവോയ്ഡ് ക്യൂവിൽ നിൽക്കാതെ ഈ പറയുന്ന സ്ത്രീകൾക്ക് പെട്ടെന്ന് ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടി തുടങ്ങിയ ഒരു തരം ATM ആണ് പിങ്ക് ലേബൽ ATM എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റ് ലേബൽ, ഗ്രീൻ ലേബൽ, യെല്ലോ ലേബൽ, ഓറഞ്ച് ലേബൽ ഇതൊക്കെ ഓർത്തു വെക്കേണ്ടതാണ്, തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ എക്സിക്യൂട്ടർ എന്താണെന്ന് പഠിച്ചു. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ATMs ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ മൊഡ്യൂൾ അടിസ്ഥാനമാക്കിയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരമാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള പ്രീവിയസ് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് കാണാം. നന്ദി.